മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. രാജിക്കത്ത് ഗവർണർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. മൂന്നാറിലെ വിഷയം ഭൂപ്രശ്നം അടക്കമുള്ള ചർച്ചകൾക്ക് ശേഷം ഉദ്യോഗസ്ഥരുടെയും റവന്യൂ മന്ത്രിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം അവിടുത്തെ വിശദാംശങ്ങൾ അദ്ദേഹം വിശദീകരിക്കും. മാത്രവുമല്ല മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള നടപടിക്രമങ്ങൾ, അന്വേഷണം ഏത് സാഹചര്യത്തിൽ വേണം, ഏത് നിലയിലായിരിക്കണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഏത് ഏജൻസിയായിരിക്കും അന്വേഷണ ചുമതല ഏൽപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം അറിയിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹം യോഗത്തിന് ശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിക്കാനായി അദ്ദേഹം പോകുന്നത്. അല്പസമയത്തിന് എത്താം വാർത്താ സമ്മേളനത്തിലേക്ക്. ഇപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി നടത്തുകയാണ്. അതിൽ പിന്നെ ഇടപെട്ട് തിരുത്താൻ പോയിട്ടില്ല, അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. പൊതുവിൽ സമൂഹവും ആ ധാർമ്മിക നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് ഏത് അന്വേഷണമായാലും അത് തീരുമാനിക്കട്ടെ എന്ന നിലയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണമാകാമെന്നാണ് കാണുന്നത്. അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, ആരന്വേഷിക്കുമെന്നുള്ളത് ബുധനാഴ്ച ചേരുന്ന ക്യാബിനറ്റ് തീരുമാനിക്കും. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. സിറ്റിംഗ് ജഡ്ജിയുടെ നമ്മുടെ അനുഭവം കുറേ ഉണ്ടല്ലോ. അതിനുവേണ്ടി കുറേ കാലം കളയാന്നല്ലാതെ സാധാരണഗതിയിൽ വളരെ സമ്മർദ്ദം ചെലുത്തിയിട്ടും നമുക്ക് പലതിനും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അത് പിന്നെ ക്യാബിനറ്റ് ആലോചിക്കുമ്പോൾ അല്ല, അത് ക്യാബിനറ്റ് ആലോചിക്കട്ടെ എന്താണെന്നുള്ളത്. ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണമാണ് നല്ലത് എന്നാണ് കണ്ടിട്ടുള്ളത്. അത് മറ്റ് കാര്യങ്ങൾ ക്യാബിനറ്റ് ആലോചിച്ച് തീരുമാനിക്കും ആര് എന്നൊക്കെയുള്ളത്. അല്ല, അന്വേഷിക്കുവാൻ തീരുമാനിക്കുമ്പോഴാണല്ലോ, അത് ക്യാബിനറ്റ് തീരുമാനിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ വരിക. ആ ടേംസ് ഓഫ് റെഫറൻസ് അടക്കം അന്നേരം തീരുമാനിക്കും. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഫോൺ ചോർത്തുന്ന നില സാധാരണഗതിയിൽ നിയമപ്രകാരമല്ലാത്ത ഏത് നടപടിയും നിയമവിരുദ്ധമാണല്ലോ. അത് പ്രത്യേകം പരിശോധിക്കേണ്ട കാര്യമാണ് അത്തരം കാര്യങ്ങൾ. ഇവിടെ പിന്നെയൊരു പ്രശ്നം, ഇപ്പോൾ ഞങ്ങൾ യോഗം ചേർന്നിരുന്നത്, നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് ചേർന്ന യോഗം ഇടുക്കിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇടുക്കിയുടെ ഭൂപ്രകൃതി തന്നെ വലിയ തോതിൽ ആളുകളെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം ആ ഭൂപ്രകൃതിയുടെ പ്രത്യേകത സംരക്ഷിക്കപ്പെടണമെന്നും അവിടുത്തെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാൻ പാടില്ല എന്നും പൊതുവെ പരിസ്ഥിതി സംരക്ഷകരായ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇടുക്കിയിലെ ജനങ്ങളും. കാരണം ഇടുക്കിയിലെ ജനങ്ങളും പരിസ്ഥിതി സംരക്ഷിക്കണം എന്ന നിലയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഭൂപ്രകൃതി സംരക്ഷിക്കുക എന്നതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ജനങ്ങളെയും കണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്നതാണ് സർക്കാർ സ്വീകരിക്കുന്ന സമീപനം. ഇതിലിപ്പോൾ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങൾ, ഒന്ന്, അവിടുത്തെ കർഷകർ പട്ടയമൊക്കെ ലഭിച്ചു, അവിടെ മരം അവർ നട്ടു വളർത്തി, അത് മുറിക്കേണ്ട പാകത്തിലായി, അവർക്ക് മുറിക്കാൻ പറ്റുന്നില്ല. ഇതാണ് അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം. ആ പ്രശ്നത്തിൽ ഇപ്പോഴല്ല, വളരെ മുൻപ് തന്നെ മുറിക്കാവുന്ന 28 മരങ്ങൾ കണക്കാക്കിയിട്ടുണ്ട്. ആ 28 മരങ്ങൾ കൃഷിക്കാർക്ക് മുറിക്കാവുന്നതാണ് എന്ന് നേരത്തെ കണക്കാക്കിയിട്ടുണ്ട്.
അപ്പോൾ അത് മുറിക്കുന്നതിന് തടസ്സം നിൽക്കേണ്ടതില്ല എന്ന നിലപാട് മാത്രമേ സ്വീകരിക്കേണ്ടതുള്ളൂ. നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അതാണ് എടുത്തിട്ടുള്ള നിലപാട്. പിന്നെ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. വീട് വെക്കുന്നതിന് ഹൈക്കോടതി പറഞ്ഞത് റവന്യൂ അതോറിറ്റീസ് എന്നാണ്. റവന്യൂ അധികൃതർ അനുമതി കൊടുക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സബ് കളക്ടറാണ് ഇപ്പോൾ അനുമതി കൊടുക്കുന്നത്. സബ് കളക്ടർ വളരെ വിപുലമായ ഒരു ഏരിയയുടെ അധിപനാണ്. അപ്പോൾ വളരെ അകലെയുള്ളവർക്ക് ഇദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തേക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതിന് അത് കുറച്ച് പ്രായോഗിക വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതെങ്ങനെ പരിഹരിക്കാനാകുമെന്നത് ആലോചിക്കാമെന്നാണ് വെച്ചിട്ടുള്ളത്. രണ്ട് മാർഗ്ഗമാണ്. ഒന്ന്, സബ് കളക്ടർ വിവിധ സ്ഥലങ്ങളിൽ പോയി സിറ്റിംഗ് നടത്തുക എന്നുള്ളത്. അത് അത്ര പ്രായോഗികമാവില്ല. അതല്ലെങ്കിൽ പിന്നെ വികേന്ദ്രീകരിച്ച് കൊടുക്കുക എന്നുള്ളത്. റവന്യൂ അതോറിറ്റീസ് വേറെയുണ്ട്. അത് റവന്യൂ വകുപ്പ് ആലോചിച്ച് കാര്യങ്ങൾ നീക്കും. അത് അത്തരമൊരു നിലപാട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് പട്ടയ പ്രശ്നമാണ്. പട്ടയത്തിൻ്റെ നടപടികൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ത്വരിതഗതിയിൽ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ ഞങ്ങളൊരു ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ പുരോഗതി ഇന്നത്തെ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ അവസാനത്തോടുകൂടി അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് റവന്യൂ അധികൃതർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് ഏപ്രിൽ അവസാനത്തോടെ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുണ്ടായി. അതേസമയം ഏകണ്ഠമായി എല്ലാവരും എത്തിച്ചേർന്ന ഒരു നിഗമനം, കയ്യേറ്റം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല. കയ്യേറ്റക്കാർക്ക് നേരെ നിർദാക്ഷിണ്യം നടപടിയെടുക്കും. നൂറ്റാണ്ടുകളായി താമസിക്കുന്നവരെ കയ്യേറ്റക്കാരാണെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ നടപടിയൊന്നും എടുക്കില്ല. അത് പ്രചരണം കൊണ്ട് മാത്രം നടപടിയെടുക്കാൻ പറ്റില്ല. പക്ഷേ കയ്യേറ്റക്കാരായിട്ട് വരുന്നവർക്ക് നേരെ ശക്തമായ നടപടി തന്നെ എടുക്കും. ഇതാണ് പൊതുവേ. അല്ല, കയ്യേറ്റത്തിന് പ്രത്യേക നിലയുണ്ടല്ലോ. അതിന് പ്രത്യേകം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അതിന് ശേഷമുള്ളവരെ കയ്യേറ്റക്കാരായിട്ടാണല്ലോ കണക്കാക്കുന്നത്. അതിന് പ്രത്യേക നിലപാടുകൾ. ഏത്? അല്ല, ആ പ്രശ്നമൊന്നും ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. അതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. കയ്യേറ്റം ഓരോ പ്രദേശത്തും അറിയാം കയ്യേറ്റം ഏതാണെന്നുള്ളത്. അതിൻ്റെ നേരെയുള്ള നടപടിയാണ് എടുക്കുക. സാധാരണ നിലക്ക് അങ്ങനെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ വേറൊരു പ്രശ്നമുള്ളത്, മൂന്നാർ വളരെ പ്രത്യേകതയുള്ളൊരു പ്രദേശമാണല്ലോ. ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത സംരക്ഷിക്കപ്പെടണം. ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ വരുന്നത്. അവരിൽ താമസിക്കുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യവും വേണം. അവർക്കേ താമസ സൗകര്യം വേണ്ടു. അപ്പോൾ അത് കണക്കാക്കിയുള്ള താമസ സൗകര്യമാണ് അവിടെ ഏർപ്പെടുത്തേണ്ടത്. തോന്നിയ പോലെ താമസ സൗകര്യം ഏർപ്പെടുത്തിയാൽ അത് തന്നെ പിന്നെയൊരു വിനയായിട്ട് മാറും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്ന് ക്രമീകരിക്കേണ്ടതുണ്ട് എന്നും കണ്ടിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ കണ്ട കാര്യം. അതെ, റിസോർട്ടുകളുടെ കാര്യമാണ് പറഞ്ഞത്. റിസോർട്ടുകൾ ആവശ്യത്തിനല്ലേ വേണ്ടു. ആവശ്യത്തിലധികം റിസോർട്ടുകൾ വരണ്ടാലോ. അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കണക്കാക്കി, അതിൽ തന്നെ താമസിക്കാനിടയുള്ളവരുടെ എണ്ണം കണക്കാക്കി ഉള്ള ഒരു നിലപാടേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഭൂപ്രകൃതി കണക്കാക്കിയായിരിക്കണം കെട്ടിടത്തിൻ്റെ രൂപകൽപ്പനയും വരുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ വേണം എന്ന് തന്നെ ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അത് നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട് ആരും പരിശോധിച്ച് കഴിഞ്ഞിട്ടില്ല. റിപ്പോർട്ട് വന്നതല്ലേ ഉള്ളൂ. അത്തരം കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കേണ്ടതാണല്ലോ. ഇപ്പം റിസോർട്ട് നിർമ്മാണം ആവശ്യത്തിനേ വേണ്ടൂ എന്നുള്ളതാണ്. അതാണ് ആ ആവശ്യകത കണക്കാക്കിയായിരിക്കണം റിസോർട്ടുകൾ നിർമ്മിക്കുന്നത്. അതാണ് നിയമസഭാ ഉപസമിതിയുടെയും ലാൻഡ് റവന്യൂ കമ്മീഷണറെയും അതുപോലെ തന്നെ ഈ നിലപാടെടുക്കുന്ന സബ് കളക്ടറെയൊക്കെ അദ്ദേഹത്തിൻ്റെ സബ് കളക്ടർ തന്നെ കാല് വെട്ടണം എന്നൊക്കെ തന്നെ ഒരു ഭരണപക്ഷ MLA പറയുന്നു. അതുപോലെ മന്ത്രിക്ക് ഈ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു ശരിയായ നിലപാടാണ്. അല്ല, കാല് വെട്ടണം എന്നാരും പറഞ്ഞില്ല എന്നാണ്
പിന്നെ പൊതുവിൽ മനസ്സിലാക്കുന്നത്. എല്ലാം ഒന്നും പറഞ്ഞില്ല എന്നാണ്. അങ്ങനെ ഒരു ഭാഗമേ പറഞ്ഞില്ല എന്നാണ്. എന്തും സൃഷ്ടിക്കാൻ വൈഭവമുള്ളവരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അദ്ദേഹം പറയുന്നത് ഒന്നും പറഞ്ഞില്ല എന്നാണ്. അങ്ങനെ യാതൊന്നും പറഞ്ഞില്ല എന്ന് ഇന്നത്തെ യോഗത്തിലും അദ്ദേഹം അത് പറയുകയുണ്ടായി. അങ്ങനെ എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. സബ് കളക്ടറും വേറെ ഒന്നും പറയുന്നതായിട്ട് കണ്ടില്ല. അങ്ങനെയൊരു നിലയൊന്നും അവിടെയില്ല. ഓ കയ്യേറ്റത്തിന് നേരെ ഒരു മൃദു സമീപനമില്ല. പക്ഷേ 450 വർഷമായി താമസിക്കുന്നവരുണ്ട്. അവർ കയ്യേറ്റക്കാരാണെന്ന് പറഞ്ഞ് ചെന്നാൽ അവർ ചിലപ്പോൾ ഒരു കുറച്ച് ചൂടായി പെരുമാറിയെന്ന് വരും. കാരണം അവർ കയ്യേറ്റക്കാരല്ല. ആ ഗവൺമെൻറ് സമീപനം അതാണ്. അപ്പോൾ അതൊക്കെ ഇന്ന് വ്യക്തത വരുത്തിയിട്ടുണ്ട് ആ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പണ്ടേ ഉണ്ടായതല്ലേ അത്? പണ്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ജനിക്കുന്നതിന് മുൻപ് MLA ആയിരുന്ന ഒരു ഗണപതിയുണ്ട് അവിടെ. അദ്ദേഹം പറഞ്ഞതാണ് യോഗത്തിൽ. ആ ഗണപതിയുടെ വീട് കയ്യേറ്റാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ പലതും സൃഷ്ടിക്കപ്പെടുകയല്ലേ. അതാണല്ലോ വസ്തുത. രാജേന്ദ്രൻ്റെ വീട് പട്ടയ ഭൂമിയിലാണ് നിൽക്കുന്നത്. അത് നേരത്തെ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. ഒരുപാട് സമയം വ്യക്തമാക്കിയതാണ്. ഈ പാർട്ടി ഓഫീസുകൾ പലതും പല പ്രാവശ്യം വിവാദത്തിലാണ്. അപ്പോൾ അതൊന്ന് പുനഃപരിശോധിക്കുക. നിങ്ങൾക്ക് പലർക്കും പലതിലും താല്പര്യമുണ്ട് എന്ന് എനിക്കറിയാം. ഇതാണ് നമ്മുടെ പൊതു നിലപാട്. ഈ ഒരു തരത്തിലുള്ള കയ്യേറ്റവും അവിടെ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതാണ് നമ്മൾ പൊതുവിൽ കാണേണ്ടത്. ശരി, നമുക്ക് ഇനിയും കാണാം. ശരി ശരി ശരി. പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുക.